ഹലോ ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നെക്സ്റ്റ് 5th മൊഡ്യൂളിൻ്റെ റിമൈനിങ് പോർഷൻസ് ആണ്. ദറ്റ് ഈസ് റൊട്ടേഷൻ, ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ആൻഡ് അതിൻ്റെ സോൾവ്ഡ് ന്യൂമറിക്കൽസ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് വിത്ത് റൊട്ടേഷൻ. റൊട്ടേഷൻ്റെ ബേസിക് കാര്യങ്ങളും അതുപോലെ തന്നെ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ അതിൻ്റെ കോൺസെപ്റ്റും അതിൻ്റെ പ്രോബ്ലംസും റിലേറ്റഡ് പ്രോബ്ലംസുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് റൊട്ടേഷൻ. എന്താണ് റൊട്ടേഷൻ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എ മോഷൻ ഈസ് സെഡ് ടു ബി ഇൻ റൊട്ടേഷൻ വെൻ ദി പാർട്ടിക്കിൾസ് ഓഫ് എ ബോഡി മൂവ് അലോങ് എ കോൺസെൻട്രിക് സർക്കിൾസ്. ഓക്കെ, കോൺസെൻട്രിക് സർക്കിൾസിൽ, അതായത് സർക്കിൾസിൽ മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് റൊട്ടേഷൻ ഓഫ് എ റിജിഡ് ബോഡി. നമ്മളുടെ ഈ മൊഡ്യൂളിൽ വി ആർ ഗോയിങ് ടു ലേൺ റിജിഡ് ബോഡി അബൌട്ട് എ ഫിക്സ്ഡ് ആക്സിസ്. ഒരു ഫിക്സ്ഡ് ആക്സിസ് ആയിരിക്കും ആൻഡ് ഇറ്റ് ഇസ് എ റിജിഡ് ബോഡി. റിജിഡ് ബോഡി എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം. അതായത് റിജിഡ് ബോഡി എന്ന് വെച്ചാൽ ആ റിജിഡ് ബോഡിയിലുള്ള പാർട്ടിക്കിൾസ്, അതിൻ്റെ കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസിന് പൊസിഷൻ ചേഞ്ച് ഉണ്ടാകത്തില്ല. ഓക്കെ, ദറ്റ് ഈസ് ദ റിലേറ്റീവ് പൊസിഷൻ റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ഫോർ എ റിജിഡ് ബോഡി. റിജിഡ് ബോഡി, അതാണ് റിജിഡ് ബോഡി. റിലേറ്റീവ് പൊസിഷൻ ഓഫ് ഇറ്റ്സ് കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. അങ്ങനെയുള്ള ഒരു ബോഡിയാണ് നമ്മൾ റിജിഡ് ബോഡി എന്ന് പറയുന്നത്. ആൻഡ് ഫിക്സ്ഡ് ആക്സിസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫിക്സ്ഡ് ആക്സിസ് ഇസ് ഫിക്സ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഇറ്റ് ഇസ് ഫിക്സ്ഡ് ഇൻ ദ ഡയറക്ഷൻ റിലേറ്റീവ് ടു ആ മോഷന് റിലേറ്റ് ചെയ്യുന്ന ഡയറക്ഷനിലേക്ക് അത് ഫിക്സ്ഡ് ആയിരിക്കും. ഓക്കെ, ഫോർ ദിസ് കൺസിഡർ എ റിജിഡ് ബോഡി. നമ്മളൊരു റിജിഡ് ബോഡി കൺസിഡർ ചെയ്യുകയാണ് അബൌട്ട് ആൻ ആക്സിസ് O. ഓക്കെ, ഹിയർ യു ക്യാൻ സീ. കൺസിഡർ ഒരു റിജിഡ് ബോഡി. ദിസ് ഇസ് എ റിജിഡ് ബോഡി ആൻഡ് ഇതിൻ്റെ ആക്സിസ് O ആണ്. ഓക്കെ, എബൌട്ട് ഈ ഒരു ആക്സിസിന് എബൌട്ട് ആയിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്യാണ്. അതായത് ഫസ്റ്റ് പാർട്ടിക്കിൾ ഇവിടെയാണെങ്കിൽ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ θ° റൊട്ടേറ്റ് ചെയ്യാൻ നേരത്ത് നെക്സ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ B ആണ്. ഇറ്റ് ഹാവ് മൂവ്ഡ് ഫ്രം A to B. ഓക്കെ, A to B റൊട്ടേറ്റ് ചെയ്തു വിത്ത് എൻ ആംഗിൾ θ. ഓക്കെ, ആൻഡ് ഇത് നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്യുമെന്നാണ് നോക്കേണ്ടത്. കൺസിഡർ എ റിജിഡ് ബോഡി ഫിക്സ്ഡ് അബൌട്ട് എൻ ആക്സിസ് O. ഇറ്റ് ഈസ് റൊട്ടേറ്റഡ് അബൌട്ട് ദി ആക്സിസ്. അപ്പോൾ ആക്സിസിന് അബൌട്ട് ആയിട്ട് റൊട്ടേറ്റ് ചെയ്തു and it is moved from A to B making an angular displacement theta. Theta is known as the angular displacement. Okay, linear and angular അതിൻ്റെ ബേസിക് ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ലീനിയർ എന്ന് വെച്ചാൽ ഒരു പോയിന്റിൽ നിന്ന് നെക്സ്റ്റ് പോയിന്റിലേക്ക്, ഓക്കെ, ലീനിയർ ആയിട്ട്, അതായത് ട്രാൻസ്ലേഷൻ മോഷൻ ആണെങ്കിൽ ഒരു പോയിന്റിൽ നിന്ന് നെക്സ്റ്റ് പോയിന്റിലേക്ക്, ഓക്കെ, ലെങ്ത് വൈസ് ഉള്ള ആ ഒരു ലീനിയർ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ്, ഓക്കെ, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വെച്ചാൽ ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യാൻ നേരത്ത് ഇറ്റ് വിൽ റൊട്ടേറ്റ് അബൌട്ട് ആൻ ആക്സിസ്. ഓക്കെ, അപ്പോൾ ആ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യാൻ നേരത്ത് ഇറ്റ് ഈസ് മേക്കിംഗ് എൻ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ആംഗിൾ വൈസ് ആണ് ഇവിടെ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. ആ മൂവ് ചെയ്ത ആംഗിളിനെയാണ് നമ്മൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇവിടുത്തെ കേസിലും എയിൽ B വരെ മൂവ് ചെയ്തു. അത് മൂവ് ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള ആ ഡിസ്പ്ലേസ്മെൻറ്റ്, ഓക്കെ, ആ മോഷനിൽ ഉണ്ടായിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് നമ്മൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഓക്കെ, അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു റിജിഡ് ബോഡിയെ നമ്മളൊരു സർക്കിളായിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഒരു സർക്കിളായിട്ട് കൺസിഡർ ചെയ്യുക. ഈ സർക്കിളിൻ്റെ റേഡിയസ് ആണ് R. R റേഡിയസ് θ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ആണെങ്കിൽ നമുക്കറിയാം ആർക്ക്, ഓക്കെ, ഈ ലെങ്ത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ആർക്ക് ലെങ്ത്. ആർക്ക് ലെങ്ത് ഈസ് ഈക്വൽ ടു R ഇൻറ്റു θ അല്ലേ? ആർക്ക് ലെങ്ത് ഈസ് ഈക്വൽ ടു R ഇൻറ്റു θ. ഫ്രം ദെയർ യു ക്യാൻ റൈറ്റ് θ ഈസ് ഈക്വൽ ടു ദിസ് ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. ഓക്കെ, what we can write, the angular displacement θ is equal to L by R or arc length by radius. ഇങ്ങനെയാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അഗെയിൻ നെക്സ്റ്റ് ടേം എന്ന് വെച്ചാൽ ആംഗുലാർ വെലോസിറ്റി. നമുക്ക് ലീനിയർ വെലോസിറ്റി എന്താണെന്നറിയാം. ട്രാൻസ്ലേഷണൽ മോഷനിൽ ലീനിയർ വെലോസിറ്റി എന്ന് വെച്ചാൽ ദറ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം അല്ലേ? ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ചേഞ്ച് ഇൻ ടൈം ആണ് ലീനിയർ വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ ആംഗുലാർ വെലോസിറ്റി എന്തായിരിക്കും? ഒമേഗ എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവിടുത്തെ ടേം എന്ന് വെച്ചാൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഓക്കെ, ദാറ്റ് ഈസ് ആംഗുലാർ വെലോസിറ്റി. ഒമേഗ വെച്ചാണ് നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഒമേഗ ഈസ് ഈക്വൽ ടു ഡെൽറ്റ തീറ്റ. ഓക്കെ, ചേഞ്ച് നമ്മൾ പറയാനാണ് ഡെൽറ്റ യൂസ് ചെയ്യുന്നത്. ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി.
ഓക്കെ, സോ നമ്മൾ വെലോസിറ്റി എഴുതും ഡി വി ബൈ ഡി ടി എന്ന് എഴുതുന്നു. അതുപോലെ തന്നെ ഒമേഗ നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി. അഗെയിൻ next term is instantaneous angular velocity. Okay, so what is instantaneous velocity? Instantaneous velocity is the angular velocity at any particular instant. Okay, ഒരു particular ഇൻസ്റ്റൻറ്റിലുള്ള ആംഗുലാർ വെലോസിറ്റീനെയാണ് ഇൻസ്റ്റൻറ്റേനിയസ് ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത്. സോ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ആ ഒരു ടൈം ടെൻസ് ടു 0 ആ ഒരു പെർട്ടിക്കുലർ ടൈമിലെ വെലോസിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ ഫൈനലി വി ഗെറ്റ് ദി ഇക്വേഷൻ ആസ് ഒമേഗ ഇൻസ്റ്റൻറ്റേനിയസ് ഒമേഗ ഇസ് ഈക്വൽ ടു ഡി തീറ്റ ബൈ ഡി ടി. ഓക്കെ, സോ ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ആംഗുലാർ വെലോസിറ്റിയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അഗെയിൻ നെക്സ്റ്റ് ടേം ഇസ് average angular acceleration. So angular acceleration, we know what is linear acceleration. Translation motion linear acceleration എന്ന് വെച്ചാൽ change in velocity by change in time. അങ്ങനെയാണെങ്കിൽ angular acceleration എന്താണ്? Change in angular velocity by change in time. Okay, so we can represent acceleration, angular acceleration as alpha, and alpha is equal to angular velocity ഉണ്ടാകുന്ന change, that is delta omega by delta t. Okay, and finally instantaneous എന്ന് വെച്ചാൽ at any particular instant. So instantaneous angular acceleration എന്ന് പറഞ്ഞാൽ the angular acceleration at any particular instant, and അതിന് നമ്മൾ ലിമിറ്റ് എടുത്താൽ മതി. So we get alpha instantaneous is equal to d omega by dt. So next we are going to learn equations of motion of rotational kinematics. Okay, so നമ്മൾ ലീനിയർ അതായത് ട്രാൻസ്ലേഷണൽ മോഷനിലെ ഇക്വേഷൻസ്, ഓക്കെ, ഇക്വേഷൻസ് ഓഫ് ട്രാൻസ്ലേഷണൽ മോഷൻ. സോ അത് നമുക്ക് ഇക്വേഷൻസ് ഓഫ് മോഷൻ, ഓക്കെ, അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. സോ 3 ഇക്വേഷൻസ് ഉണ്ട്. വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി, എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് a t square, and v square is equal to u square plus 2as. So ഈ ഇക്വേഷൻസ് എന്ന് വെച്ചാൽ ഇത് ട്രാൻസ്ലേഷൻ മോഷനിലെ ഇക്വേഷൻസ് ആണ്. സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് റൊട്ടേഷണൽ കൈനമാറ്റിക്സിലുള്ള ഇക്വേഷൻസ് ആണ്. ഓക്കെ, ഈ തന്നിരിക്കുന്ന 3 എണ്ണം. സോ ഇവിടെ എന്താണ് ഡിഫറൻസ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇവിടെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ഓക്കെ, അപ്പോൾ വി എന്ന് വെച്ചാൽ എന്താ? ഫൈനൽ വെലോസിറ്റി, യു ഇനിഷ്യൽ വെലോസിറ്റി, എ ആക്സലറേഷൻ ആൻഡ് ടി ടൈം. സോ ഇത് ലീനിയർ മോഷനിലാണ്. അപ്പോൾ ഇവിടെ ഈ വിക്ക് പകരം നമുക്ക് റൊട്ടേഷനിൽ എന്താണുള്ളത്? ആംഗുലാർ വെലോസിറ്റിക്ക് പകരം ആംഗുലാർ വെലോസിറ്റി എന്നാണ് പറയുന്നത്, അല്ലേ? സോ ഇവിടെ വിക്ക് പകരം നമ്മൾ എന്തെഴുതും? ആംഗുലാർ വെലോസിറ്റി ഒമേഗ. ഓക്കെ, ആൻഡ് യു എന്ന് വെച്ചാൽ എന്താണ്? ഇനിഷ്യൽ വെലോസിറ്റി. സോ ഇനിഷ്യൽ ആംഗുലാർ വെലോസിറ്റി ഒമേഗ നോട്ട് എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അത് ഇനിഷ്യൽ ആയതുകൊണ്ട്. ഓക്കെ, അഗെയിൻ എയ്ക്ക് ഈസ് വാട്ട്? ആക്സിലറേഷൻ. സോ അത് നമ്മൾ റൊട്ടേഷൻ ടേംസിൽ വരുമ്പോൾ ആംഗുലാർ ആക്സിലറേഷൻ ആകും, ദറ്റ് ഈസ് ആൽഫ. ഓക്കെ, ആൻഡ് ടി എന്ന് വെച്ചാൽ എന്താണ്? ടൈം. സോ ദറ്റ് ഈസ് സെയിം. സോ ഒമേഗ ഈസ് ഈക്വൽ ടു ഒമേഗ നോട്ട് പ്ലസ് ആൽഫ ടി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, സോ ഈ 2 ഇക്വേഷൻസും കൂടെ കമ്പയർ ചെയ്ത് നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, ഇനി സിമിലർലി നെക്സ്റ്റ് എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇവിടെ എസ് എന്ന് വെച്ചാൽ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ്, ആൻഡ് യു ഈസ് ഇനിഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ്, ടി ടൈം, എ ഈസ് ആക്സിലറേഷൻ, അഗെയിൻ ടി ടൈം. സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതുമ്പോൾ എസ്സിന് പകരം എന്താണ്? ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഇവിടെ വരുന്നത്. സോ വി ഹാവ് ഓൾറെഡി ലേൺഡ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ തീറ്റ. ഓക്കെ, സോ തീറ്റ ഈസ് ഈക്വൽ ടു തീറ്റ നോട്ട് എന്നൊരു എക്സ്ട്രാ ടേം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ദറ്റ് ഈസ് ദ ഇനിഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ഇനിഷ്യലായിട്ട് എന്തെങ്കിലും ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ യു ക്യാൻ ഇഗ്നോർ ദാറ്റ്. സോ തീറ്റ ഈസ് ഈക്വൽ ടു ഇവിടെ യു എന്താണ്? ഇനിഷ്യൽ വെലോസിറ്റി. സോ കറസ്പോണ്ടിങ് ആയിട്ട് ഇനിഷ്യൽ ആംഗുലാർ വെലോസിറ്റി ഒമേഗ നോട്ട് എന്ന് വരും, ആൻഡ് ടി ടൈം ഹാഫ് ആൽഫ. ഓക്കെ, എയ്ക്ക് പകരമാണ് നമ്മൾ ആംഗുലാർ ആക്സലറേഷൻ ആൽഫ എന്ന് എഴുതിയിരിക്കുന്നത്, and t square. ക്ലിയർ അല്ലേ? സോ ദിസ് ആൻഡ് ദിസ് റിമെയിൻ ദി സെയിം. രണ്ടും സെയിം ആണ്. റെപ്രസെൻറ്റേഷൻസ് റൊട്ടേഷനിൽ വരുമ്പോഴുള്ള റെപ്രസെൻറ്റേഷൻസ് മാറിയെന്നേ ഉള്ളൂ. അഗെയിൻ നെക്സ്റ്റ് തേർഡ് ഇക്വേഷൻ ഇസ് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as.
Okay, so v square നമുക്ക് ഒമേഗ, that is final angular velocity, then u square initial angular velocity and alpha theta. Okay, എക്ക് പകരം ആൽഫ ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റിന് പകരം ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ. സോ ഇങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേംസ് നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? സോ ദീസ് ആർ ദി ഇക്വേഷൻസ് ഓഫ് മോഷൻ ഓഫ് റൊട്ടേഷണൽ കൈനമാറ്റിക്സ്. സോ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. ഓക്കെ, യൂണിവേഴ്സിറ്റി എക്സാംസിന് കഴിഞ്ഞ 2019 ചോദിച്ചിട്ടുള്ളതാണ്. സോ വി വിൽ ഡിസ്കസ് ദാറ്റ് ഓൾസോ. Now moving on to the next topic, this is instantaneous center. So instantaneous center എന്ന് വെച്ചാൽ എന്താണ്? Okay, the motion of rotation and translation of a body. Okay, so the motion of rotation and translation of a body at any given instant. Okay, instantaneous എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ instantaneous angular velocity എന്നൊക്കെ പറഞ്ഞ പോലെ അതെന്ന് വെച്ചാൽ എന്താ, ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലുള്ള വെലോസിറ്റി. അതുപോലെ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലുള്ള ഒരു സെൻറ്ററാണ്. ഓക്കെ, so the motion of rotation and translation of a body at a given instant can be considered as pure rotation of a body about a point. ഓക്കെ, അതായത് ഒന്നുമില്ല, ഒരു റൊട്ടേഷനും ട്രാൻസ്ലേഷനും. അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ ഒരു വെഹിക്കിൾസ് ഒക്കെ മൂവ് ചെയ്യുമ്പോൾ. ഓക്കെ, വെഹിക്കിൾസ് മൂവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, അതിൻ്റെ ടയേഴ്സിൽ റൊട്ടേഷനും ഉണ്ട്, അതുപോലെ തന്നെ അത് വൺ പ്ലേസിൽ നിന്ന് നെക്സ്റ്റ് പ്ലേസിലേക്ക് മൂവ് ചെയ്യാണ്. ഓക്കെ, സോ അവിടെ ട്രാൻസ്ലേഷനും ഉണ്ട്, അതുപോലെ തന്നെ റൊട്ടേഷനും ഉണ്ട്. ഒരു കർവിൽ കൂടെ ഒരു വെഹിക്കിൾ പാസ് ചെയ്യുമ്പോൾ അപ്പോഴും ഒരു കർവാണ് അത്, അല്ലേ, ഒരു കർവിന് അബൌട്ടായിട്ടാണ് അത് മൂവ് ചെയ്യുന്നത്. സോ ആ ഒരു കർവിൽ ഒരു റൊട്ടേഷണൽ മോഷനും ഉണ്ട്, അതുപോലെ തന്നെ ഇറ്റ് ഈസ് ട്രാൻസ്ലേറ്റിംഗ്. ഓക്കെ, സോ ഇങ്ങനെ ഒരു മോഷൻ, ഇങ്ങനെ ഒരു റൊട്ടേഷനും ട്രാൻസ്ലേഷനും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള മോഷൻ, ഇതിന് നമ്മൾ പ്ലെയിൻ മോഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, PLANE, പ്ലെയിൻ മോഷൻ. സോ ദ മോഷൻ ഓഫ് റൊട്ടേഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ ഓഫ് എ ബോഡി, ഇപ്പോൾ ഒരു ഇൻസ്റ്റൻറ്റിൽ, ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ ഇങ്ങനത്തെ ഒരു കമ്പൈൻഡ് മോഷനെ നമുക്ക് പ്യുവർ റൊട്ടേഷണൽ മോഷനായിട്ട് അസ്യൂം ചെയ്യാം. ഓക്കെ, സോ ഒരു കമ്പൈൻഡ് മോഷനെ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ വി ക്യാൻ അസ്യൂം ഇറ്റ് ആസ് എ പ്യുവർ റൊട്ടേഷൻ. അതായത് ആ ട്രാൻസ്ലേഷൻ എന്ന പാർട്ട് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്തിട്ട് റൊട്ടേഷൻ മാത്രമാണെന്ന്, പ്യുവർ റൊട്ടേഷൻ മാത്രമാണെന്ന് അസ്യൂം ചെയ്യാം. ആൻഡ് ഇപ്പോൾ പ്യുവർ റൊട്ടേഷൻ എന്ന് വെച്ചാൽ എന്താണ്? സോ ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് അബൌട്ട് എ പോയിൻറ്റ്, അല്ലേ? സോ ആ പോയിൻറ്റിനെയാണ് നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എന്ന് പറയുന്നത്. സോ ദിസ് പോയിൻറ്റ് അബൌട്ട് വിച്ച് ദ ബോഡി ക്യാൻ ബി അസ്യൂം ടു ബി റൊട്ടേറ്റിംഗ്. ഓക്കെ, സോ ഒരു ഗിവൺ ഇൻസ്റ്റൻറ്റിൽ ആ ബോഡി റൊട്ടേറ്റ് ചെയ്യുന്ന ആ ഒരു പോയിൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എന്ന് പറയുന്നത്. സോ ഈസ് ദ കോൺസെപ്റ്റ് ക്ലിയർ? അതായത് ഒരു പ്ലെയിൻ മോഷൻ, ദറ്റ് ഈസ് ഒരു കമ്പൈൻഡ് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷണൽ മോഷനിൽ പോകുന്നൊരു ഒബ്ജക്റ്റ്. സോ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ അറ്റ് എനി ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റൻറ്റിൽ we can consider that, we can assume that motion, that plane motion as rotation alone. ഒരു പ്യുവർ റൊട്ടേഷണൽ മോഷനായിട്ട് മാത്രം കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ പ്യുവർ റൊട്ടേഷണൽ മോഷനായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അസ്യൂം ചെയ്യുന്നത്? ആ ഒരു ബോഡി ഒരു പെർട്ടിക്കുലർ പോയിൻറ്റിന് അബൌട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യുകയാണെന്നാണ് അസ്യൂം ചെയ്യുന്നത്. സോ ആ റൊട്ടേറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ. ഓക്കെ, ആൻഡ് അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ പോയിൻറ്റിലെ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ദ വെലോസിറ്റി ഓഫ് ദിസ് പെർട്ടിക്കുലർ പോയിൻറ്റ്, ഓക്കെ, ഒരു ഗിവൺ ഇൻസ്റ്റൻറ്റിലെയാണ് നമ്മൾ പറയുന്നത്. സോ ആ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ അവിടുത്തെ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അതായത് വെരി നെക്സ്റ്റ് സെക്കൻഡ് ആ സെൻറ്റർ മാറും. ഓക്കെ, നെക്സ്റ്റ് പൊസിഷനിലേക്ക് മാറും. സോ അതിനെയാണ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എന്ന് പറയുന്നത്. ആൻഡ് ഹെൻസ് സിൻസ് ദ വെലോസിറ്റി അറ്റ് any given instant is 0 for this point, we can call it as instantaneous center of 0 velocity. Okay, is it clear? അപ്പോൾ നമ്മൾ പറഞ്ഞു ഓരോ ഇൻസ്റ്റൻ്റ് അനുസരിച്ച്, അതായത് ബോഡി മൂവ് ചെയ്യുന്ന അനുസരിച്ച് ആ സെൻറ്റർ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അതായത് ഈ പോയിൻ്റ് ഓഫ് റൊട്ടേഷനും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. സോ വെൻ എ ബോഡി ചേഞ്ചസ് ഇറ്റ്സ് പൊസിഷൻ, ദ പൊസിഷൻ ഓഫ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ഓൾസോ ചേഞ്ചസ്. ആൻഡ് ദ ലോക്കസ്, അപ്പോൾ നമ്മൾ ഈ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ, അതായത് ഇപ്പോൾ ഐ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററിനെ. സോ ഫസ്റ്റ് സെക്കൻഡിൽ ഐ എന്ന് വെച്ചാൽ I1-ലായിരിക്കും, നെക്സ്റ്റ് സെക്കൻഡിൽ I2, ഓക്കെ, I3, I4, അങ്ങനെ ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് ഓഫ് റൊട്ടേഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. ഇനി ഈ പോയിൻറ്റ്സിനെല്ലാം കൂടെ ജോയിൻ ചെയ്ത്, ഓക്കെ, അതിൻ്റെ ലോക്കസ് എല്ലാം കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോക്കസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൻട്രോയിഡ്. ഓക്കെ, സോ ബോഡി മോഷനിലാണ്. സോ മോഷനിലാകുമ്പോൾ ബോഡിയുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ദ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ, അതായത്
a point about which it rotates. Okay, so that center will also keep changing. സോ നമ്മൾ ആ ചേഞ്ചിങ്, അതായത് I1 I2 അങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. സോ ഈ ചേഞ്ച് ചെയ്ത പോയിൻറ്റ്സിൽ കൂടെ നമ്മളൊരു ലോക്കസ് വരക്കുകയാണെങ്കിൽ, സോ ദാറ്റ് ഈസ് നോട്ട് ആസ് സെൻട്രോഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ലോക്കസ് ഓഫ് പോയിൻറ്റ്സിനെയാണ് എന്ത് പറയുന്നത്, സെൻട്രോഡ് എന്ന് പറയുന്നത്. സോ ഇത് നമ്മളൊരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ വഴി നിങ്ങൾക്ക് കൂടുതലും കൂടെ മനസ്സിലാകും. ഓക്കെ, ഇനി ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻസ് ഇവിടെ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. സോ ഒരു ബോഡി കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ്. സോ ഈ ഒരു കാർ എന്ന് വെച്ചാൽ, സോ ഈ വെഹിക്കിൾ ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ്, ഈ ഒരു പോയിൻറ്റിന് അബൌട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ വീല്. അതുപോലെ തന്നെ അപ്പോൾ ഈ ഒരു വെഹിക്കിൾ ഇവിടെ നിന്ന് ഓക്കെ ഇങ്ങോട്ടേക്ക് ഫോർവേഡായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് ഹാവിങ് ബോത്ത് റൊട്ടേഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ അല്ലേ. ഈ ഒരു പോയിൻറ്റിൽ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്, റൊട്ടേഷനും ഉണ്ട്, ട്രാൻസ്ലേഷനും ഉണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ ഒരു ആക്സിലാണ്, ഓക്കെ വീൽ ആൻഡ് ആക്സിലാണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ ഈ ഒരു ബോഡി മൂവ് ചെയ്യാൻ നേരത്തെ എങ്ങനെയാണ്, ഇതിൻ്റെ വീൽസിനും എല്ലാ വീൽസിനും പല മൂവ്മെൻ്റ് ആയിരിക്കും, എസ്പെഷ്യലി ഒരു കേർവിൽ കൂടെ പോകാൻ നേരത്ത് അല്ലേ. സോ ഈ വീൽസ് എല്ലാം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും മൂവ് ചെയ്യുക. ക്ലിയർ അല്ലേ? സോ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ്, നിങ്ങളൊരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് നോക്കുക. സോ ആ പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ ഓക്കെ നമ്മൾ ഈ ട്രാൻസ്ലേഷൻ അല്ല, നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് അതായത് ഈ ഒരു പ്ലെയിൻ മോഷനെ, ഈ ഒരു കമ്പൈൻഡ് മോഷനെ നമ്മൾ റൊട്ടേഷനായിട്ട് മാത്രമാണ് കാണുന്നത്. ഓക്കെ, സോ വി കൺസിഡർ ഇറ്റ് ആസ് എ പ്യുവർ റൊട്ടേഷൻ. ആൻഡ് ദിസ് ബോഡി, അപ്പോൾ ഈ ഒരു ബോഡി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പോയിൻറ്റിന് അബൌട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന പോലെയാണ് അസ്യൂം ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. ഈ പോയിൻറ്റിനെയാണ് നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ഓഫ് റൊട്ടേഷൻ അല്ലെങ്കിൽ ICR എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? സോ ഇവിടെ ഈ ഫ്രണ്ട് വീൽസും റയർ വീൽസും ഉണ്ട്. സോ ഈ റയർ വീൽസ് ഇങ്ങനെ പോവുക, ഫ്രണ്ട് വീൽസ് ആയിരിക്കും ആദ്യം അല്ലേ, ഒരു കർവ് കയറാൻ നേരത്ത് ഫസ്റ്റ് റൊട്ടേറ്റ് ആകുന്നത് ഫ്രണ്ട് വീൽസ് ആയിരിക്കും. സോ ഈ ഫ്രണ്ട് വീൽസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. സോ ഈ ഒരു ഫ്രണ്ട് വീലിൻ്റെ പോയിൻറ്റിൽ നിന്ന്, സോ എല്ലാ പോയിൻറ്റ്സിൽ നിന്ന് നമ്മൾ പെർപെൻഡിക്കുലാർസ് വരയ്ക്കുക. ഓക്കെ, സോ ഈ പെർപെൻഡിക്കുലാർസ് എല്ലാം കൂടെ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ഓഫ് റൊട്ടേഷൻ. ആൻഡ് ഈ ഒരു പോയിൻറ്റിലെ വെലോസിറ്റി എന്തായിരിക്കും, 0 ആയിരിക്കും. ക്ലിയർ അല്ലേ? ഈ ഒരു പോയിൻ്റ് മൂവ് ചെയ്യുന്നില്ല ആ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ, ബാക്കി ഇവിടെയൊക്കെ വെലോസിറ്റി ഉണ്ടായിരിക്കും. ക്ലിയർ അല്ലേ? സോ ഇതാണ് ഒരു ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ഓഫ് റൊട്ടേഷൻ്റെ റെപ്രസെൻറ്റേഷൻ. സോ നെക്സ്റ്റ് സെക്കൻഡിൽ ഈ ബോഡി കുറച്ചും കൂടെ ഇങ്ങോട്ട് ഫോർവേഡ് മൂവ് ചെയ്യുമ്പോൾ ഈ ICRും മാറും. ഓക്കെ, അതിന് കുറച്ചും കൂടെ ഒരു എക്സ്പ്ലനേഷൻ ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ. സോ ഫസ്റ്റ് പോയിൻ്റ് എയും A2ഉം A1 ആൻഡ് A2 ആയിരുന്നു. ഓക്കെ, A1 A2. സോ ഇങ്ങനെയായിരുന്നു പോയിൻ്റ്, ഈ ഒരു റെക്റ്റാങ്കുലർ പാർട്ട്. സോ ഈ റെക്റ്റാങ്കുലർ പാർട്ടിലെ പല പോയിൻറ്റ്സ് ആണ് A1 A2 A3 A4. ഓക്കെ, ഇങ്ങനെ ഓരോ പോയിൻറ്റ്സും. സോ ഇത് ഈ A1, സോ ഈ ഒരു റെക്റ്റാങ്കിൾ ഇവിടം വരെ ഇങ്ങനെ റൊട്ടേറ്റും ചെയ്യുന്നുണ്ട്, ട്രാൻസ്ലേറ്റും ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ ചെയ്യാൻ നേരത്ത് നമ്മൾ എങ്ങനെയാണ് ഇത് എടുക്കുന്നത്, വി ആർ കൺസിഡറിങ് ഇറ്റ് ആസ് എ പ്യുവർ റൊട്ടേഷൻ. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ടാണ് എടുക്കുന്നത് എബൌട്ട് ദിസ് പോയിൻറ്റ്. ഓക്കെ, സോ ആദ്യത്തെ പോയിൻറ്റ് ഇതായിരുന്നു. ഓക്കെ, സോ ദിസ് ഇസ് ദ ഫസ്റ്റ് പോയിൻറ്റ്, അതായത് I1 ആണ് ഇത്. ഓക്കെ, സോ ദിസ് ഇസ് I1. സോ ഈ I1 നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ഓക്കെ, ഇതിൻ്റെ ഈ എൻ പോയിൻറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ ഈ എൻ പോയിൻറ്റ്സ്. ഓക്കെ, ഈ ഒരു ഫസ്റ്റ് ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ഈ ഒരു പൊസിഷനിൽ നിന്നുള്ള ഈ രണ്ട് എൻസും തമ്മിൽ. സോ വി ആർ ഗെറ്റിംഗ് എൻ ICR. ഓക്കെ, ദറ്റ് ഈസ് ഫസ്റ്റ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ. ഇനി നെക്സ്റ്റ് ഇൻസ്റ്റൻറ്റിൽ ഈ ബോഡി ഇങ്ങോട്ട് മൂവ് ചെയ്തു അല്ലേ. സോ ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ നേരത്തെ എഗെയിൻ നമ്മൾ ഈ ഒരു ബോഡി മൂവ് ചെയ്തതിൻ്റെ ലോക്കസ് ഓക്കെ പെർപെൻഡിക്കുലാർസ് വരച്ചു. സോ പെർപെൻഡിക്കുലാർസ് വരയ്ക്കുമ്പോൾ മീറ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് ഈ ഒരു പോയിൻറ്റിലായിരിക്കും. സിമിലർലി ഇത് പിന്നെയും ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ അടുത്ത പോയിൻ്റ് ഏതാണ്? ദിസ് തേർഡ് പോയിൻറ്റ്. ഓക്കെ, സോ ഈ ഒരു തേർഡ് പോയിൻ്റാണ് നെക്സ്റ്റ് പോയിൻറ്റ്. സോ ഈ I1 I2 I3 അപ്പോൾ ബോഡി ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഈ പോയിൻറ്റ്സും ചേഞ്ച് ചെയ്യും. ഓക്കെ, ആൻഡ് ഈ I1 I2 I3 ഇതെല്ലാം കൂടെ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഒരു ലോക്കസ് കിട്ടും. ഈ ലോക്കസിനെയാണ് എന്ത് പറയുന്നത്? സെൻട്രോഡ്. സോ ഇസ് ദിസ് കോൺസെപ്റ്റ് ഇസ് ക്ലിയർ അല്ലേ? സോ നെക്സ്റ്റ് ഇതിൻ്റെ ഒരു അനാലിസിസ്. ഓക്കെ, സോ AB എന്ന് വെച്ചാൽ ഒരു പോയിൻ്റ് ആണ്, ഒരു ഓക്കെ AB എന്ന് വെച്ചാൽ ഒരു ലിങ്ക്. സോ ഈ AB എന്ന് പറയുന്ന ലിങ്ക്
ഒരു ആഫ്റ്റർ സം ടൈം ഓക്കെ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതാണ്, അതുപോലെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നൊരു ലിങ്കാണ്. സോ അതായത് ഇതിൽ കമ്പൈൻഡ് മോഷനുള്ളൊരു ലിങ്കാണ് AB. ഇനി ഒരു ഇൻസ്റ്റൻറ്റിൽ ഇത് A1 B1 ആണെങ്കിൽ നെക്സ്റ്റ് ഇൻസ്റ്റൻറ്റിൽ ഇത് A2 B2. ഓക്കെ, സോ ഇങ്ങനെയൊരു പോയിന്റിലാണ് നെക്സ്റ്റ്, അതായത് നമ്മളിപ്പോൾ വീല് കൺസിഡർ ചെയ്ത പോലെ തന്നെ ഇത് ഫ്രണ്ട് വീലും റെയർ വീലും ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ. ഓക്കെ, സോ ഇങ്ങനെ രണ്ട് പൊസിഷനിലേക്ക്, അതായത് A1 B1 നിന്ന് അത് A2 B2യിലേക്ക് റൊട്ടേറ്റ് ചെയ്തു. ഓക്കെ, സോ അങ്ങനെ ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് എബൌട്ട് വൺ പെർട്ടിക്കുലർ പോയിൻറ്റ്, ആ പോയിൻറ്റിനെയാണ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ പോയിൻ്റ് എങ്ങനെ മാർക്ക് ചെയ്യും? ഓക്കെ, അതാണ് ചെയ്യേണ്ടത്, ഫസ്റ്റ് പഠിക്കേണ്ടത്. സോ ഇവിടെ A1 B1 ഉണ്ട്, അതുപോലെ തന്നെ A2 B2 ഉണ്ട്. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ A1ഉം A2 ജോയിൻ ചെയ്യുക, അതുപോലെ B1ഉം B2ഉം ജോയിൻ ചെയ്യുക. ഓക്കെ, ഈ രണ്ടിൻ്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരയ്ക്കുക. ആൻഡ് ദിസ് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആൻഡ് ഓൾ ദീസ് പോയിൻറ്റ്സ്, ഈ എല്ലാ പോയിൻറ്റ്സിൻ്റെയും പെർപെൻഡിക്കുലേഴ്സ് എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, അതിൻ്റെ വെലോസിറ്റീസിൻ്റെ പെർപെൻഡിക്കുലേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ദേ മീറ്റ് അറ്റ് എ പോയിൻറ്റ് ആൻഡ് ദാറ്റ് ഈസ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ. ഓക്കെ, അതായത് ഇപ്പോൾ A1 എന്ന് വെച്ചാൽ ഇങ്ങനെയായിരിക്കും മൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു പോയിൻറ്റ്, അതുപോലെ A2യിലെ വെലോസിറ്റി ഇങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു ലൈൻ വരയ്ക്കുക. ഓക്കെ, B2യിലെ പോയിൻറ്റ് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, ഇതിനും പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻ വരയ്ക്കുക. അതുപോലെ B1ലെ വെലോസിറ്റി ഇങ്ങോട്ടാണ്, സോ ഇതിനും പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുക. അതുപോലെ തന്നെ A1 A2 B1 B2ൻ്റെയും പെർപെൻഡിക്കുലേഴ്സ് എടുക്കുക. സോ ഇതെല്ലാം മീറ്റ് ചെയ്യുന്നത് ഒരു പോയിൻറ്റിലാണ്, ആൻഡ് ദാറ്റ് പോയിൻറ്റ് ഇസ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ. ഓക്കെ, ക്ലിയർ അല്ലേ? സോ വി ക്യാൻ കൺസിഡർ ദാറ്റ് ദിസ് body, this object is rotating about this point, and that point is known as instantaneous center. So consider a plane motion. Plane motion എന്ന് വെച്ചാൽ എന്താണ്? Both translation and rotation. Okay, so consider a plane motion, it is both translation and rotation of a body AB from A1 B1 to A2 B2. ഇപ്പോൾ ഈ മോഷൻ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? പ്യുവർ റൊട്ടേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം എബൌട്ട് പോയിൻറ്റ് I. I പോയിൻറ്റിനെയാണ് നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ഓഫ് റൊട്ടേഷൻ അല്ലെങ്കിൽ ICR എന്ന് പറയുന്നത്. ഓക്കെ, അഗെയിൻ I ഈസ് ഓൺ ദി പെർപെൻഡിക്കുലർ ബൈസെക്ടർ. സോ നമുക്കറിയാം I എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ഓൺ ദി പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സിലാണ് I ഉള്ളത്. ഓക്കെ, അതുകൊണ്ട് ഓക്കെ ഇത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ I1 A1ഉം I2 A2ഉം ഈക്വൽ ആണെന്ന് പറയാം. ഓക്കെ, സിമിലർലി I1 B1 ആൻഡ് I2 ഓക്കെ I1 B1 ആൻഡ് I2 B2 ഈക്വൽ ആണെന്ന് പറയാം, ബിക്കോസ് ഇത് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ്. ഓക്കെ, സോ ഇത് രണ്ടും ഈക്വൽ ആണെന്നും അതുപോലെ ഇതും ഈക്വൽ ആണെന്ന് നമുക്ക് പറയാം. ക്ലിയർ അല്ലേ? സോ I1 is IA1 is equal to IA2 and IB1 is equal to IB2. പിന്നെ നമുക്ക് അറിയുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ലിങ്ക്, ഓക്കെ, സോ ഈ ഒരു ഒബ്ജക്റ്റ് ഇവിടെ നിന്ന് നെക്സ്റ്റ് പൊസിഷനിലേക്ക് മൂവ് ചെയ്തു. സോ ഇങ്ങനെ നെക്സ്റ്റ് പൊസിഷനിലേക്ക് മൂവ് ചെയ്യാൻ നേരത്ത് എന്താണ് ഇവിടെ അതിന് ലെങ്ത്തിന് ചേഞ്ച് വരുന്നുണ്ടോ? അതായത് ഈ A1 B1ൻ്റെ അതേ ലെങ്ത് തന്നെയായിരിക്കും A2 B2വിനും. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം? ഓക്കെ, നമുക്ക് ഈ A1 B1ഉം ഇതും A2 B2 ഈക്വൽ ആണ്. അതുപോലെ A1 I1ഉം A1 Iയും അതുപോലെ B1 Iയും ഈക്വൽ ആണ്. ഓക്കെ, സിമിലർലി ഈ ഒരു ട്രയാങ്കിൾ, സോ ഈ ഒരു പ്ലെയിൻ ട്രയാങ്കുലർ പ്ലെയിനും ഈ ഒരു ട്രയാങ്കുലർ പ്ലെയിനും അതിൻ്റെ 3 സൈഡ്സും ഈക്വൽ ആണ്. സോ ഈക്വൽ സൈഡ്സിൻ്റെ ക്രൈറ്റീരിയ എടുത്തിട്ട് നമുക്കത് കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾസ് ആണെന്ന് പറയാം. ഓക്കെ, സോ വി ക്യാൻ കൺസിഡർ IAB1 ആൻഡ് IA2B2 both those triangles as congruent. Okay, is it clear? So therefore അതുകൊണ്ട് congruent ആയതുകൊണ്ട് we can tell the motion from A1 B1 to A2 B2 is pure rotation of triangle. ഓക്കെ, അതപ്പോൾ ഈ ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഒരു പ്യുവർ റൊട്ടേഷൻ ആണെന്ന് പറയാം. കാരണം ആ ട്രയാങ്കിളിന് ചേഞ്ചസ് ഒന്നും വരുന്നില്ല. അതായത് ആ ഒരു പോയിന്റിൽ നിന്ന് ഈ പോയിന്റിൽ നിന്ന് A1നും B1നും ഉള്ള സെയിം ആ ഒരു ഡിസ്റ്റൻസ് തന്നെയാണ് അല്ലേ നെക്സ്റ്റ് പൊസിഷനിലും ഉള്ളത്. അതായത് ഇപ്പം നമ്മളൊരു പോയിൻറ്റിനെ അബൌട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, അതിൻ്റെ റേഡിയസ് സെയിം ആയിരിക്കും. ഓക്കെ, അതായത് ആ പോയിൻറ്റിൽ നിന്ന് ഈ എൻഡ് വരെയുള്ള രണ്ട് ഡിസ്റ്റൻസും സെയിം ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ റൊട്ടേഷൻ മോഷൻ എന്നാണ് പറയുന്നത്. സോ ഇവിടെ അതുപോലെ തന്നെ IA1 അതും IA2 രണ്ടും ഈക്വൽ ആണ്. അതുപോലെ IB1ഉം IB2ഉം ഈക്വൽ ആണ്.
So we can say that it is a pure rotational motion. Okay, of this triangle, ആ ഒരു ട്രയാങ്കിളിൻ്റെ പ്യുവർ റൊട്ടേഷണൽ മോഷൻ ആണെന്ന് പറയും. അതായത് ആ ട്രയാങ്കിളിൻ്റെ ലെങ്സിന് ഒന്നും ഒരു ചേഞ്ചും വന്നിട്ടില്ല. സോ വി ക്യാൻ കൺസിഡർ ദാറ്റ് ആസ് എ പ്യുവർ റൊട്ടേഷൻ. ഓക്കെ, ആൻഡ് അഗെയിൻ ഹൗ വിൽ വി കാൽക്കുലേറ്റ്? ഇപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? സോ പ്യുവർ റൊട്ടേഷൻ ആണ്. പ്യുവർ റൊട്ടേഷൻ്റെ വെലോസിറ്റി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഓക്കെ, സോ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, സോ ഇതാണ് A1ലെ വെലോസിറ്റി ഇങ്ങനെ, ഓക്കെ, A2ലെ വെലോസിറ്റി ഇങ്ങനെ, അതുപോലെ B2ലെ വെലോസിറ്റി ഇങ്ങനെ, ആൻഡ് B1ലെ വെലോസിറ്റി ഇങ്ങനെ. സോ ഈ വെലോസിറ്റിക്ക് നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ടൊരു ലൈൻ വരയ്ക്കുക. ഓക്കെ, സോ ദറ്റ് വെലോസിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഓക്കെ, സോ ഈ വെലോസിറ്റിക്ക് ഈ അതായത് ഈ ഡിസ്റ്റൻസ് ഫ്രം A1 to I1. ഓക്കെ, സോ ദിസ് ഡിസ്റ്റൻസ് ഇൻ ടു ആ റൊട്ടേഷൻ അല്ലേ, ഈ റൊട്ടേഷനാണ്, ഒമേഗ റൊട്ടേഷനാണ് ഉള്ളത്. സോ ദിസ് ഡിസ്റ്റൻസ് ഇൻ ടു ദാറ്റ് റൊട്ടേഷൻ ഒമേഗ, ദാറ്റ് വിൽ ഗീവ് യു വാട്ട്? ദ ലീനിയർ വെലോസിറ്റി. ഓക്കെ, സോ ആംഗുലാർ വെലോസിറ്റി ഇൻ ടു ദിസ് ഡിസ്റ്റൻസ് ഫ്രം ദി ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ടു ദാറ്റ് പോയിൻറ്റ് വിൽ ഗീവ് യു ദ കറസ്പോണ്ടിങ് വെലോസിറ്റി. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആംഗുലാർ വെലോസിറ്റി സെയിം ആണ്. ഈ ഒരു പോയിൻറ്റിന് അബൌട്ടായിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ ആംഗുലാർ വെലോസിറ്റി ഒമേഗ റിമെയിൻസ് ദി സെയിം. ആകെ ചേഞ്ച് വരുന്നത് ഈ ഓരോ പൊസിഷന് മാത്രമേ ചേഞ്ച് വരുള്ളൂ. ക്ലിയർ അല്ലേ? സോ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? വെലോസിറ്റി ഓഫ് A1 എന്ന് വെച്ചാൽ ഒമേഗ ഇൻറ്റു IA1. ഓക്കെ, ദറ്റ് ഈസ് A1, ഡിസ്റ്റൻസ് ഓഫ് A1 ഫ്രം I. അതുപോലെ തന്നെ വെലോസിറ്റി ഓഫ് B1 എന്ന് വെച്ചാൽ ഒമേഗ ഇൻറ്റു ഡിസ്റ്റൻസ് ഓഫ് B1 ഫ്രം ദ സെൻറ്റർ, ദറ്റ് ഈസ് IB1. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നൗ നെക്സ്റ്റ് ഇസ് പ്രോപ്പർട്ടീസ് ഓഫ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററിന് രണ്ട് പ്രോപ്പർട്ടീസ് ആണുള്ളത്. സോ ഫസ്റ്റ് നമ്മൾ ഇപ്പോൾ പഠിച്ച പ്രോപ്പർട്ടി തന്നെ, അതായത് വെലോസിറ്റി. വെലോസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ഓഫ് പോയിൻറ്റ് ഫ്രം I. നമ്മൾ ഏത് പോയിൻറ്റിൽ വെലോസിറ്റി ആണോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, സോ ആ വെലോസിറ്റിയും അതുപോലെ തന്നെ ആ പോയിൻറ്റും സെൻറ്ററും തമ്മിലുള്ള ഡിസ്റ്റൻസും പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, സോ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി about of a point on a body is proportional to the distance from, okay, അതിൻ്റെ ഡിസ്റ്റൻസ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസുമായിട്ട് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ആൻഡ് ആ ഒരു കോൺസ്റ്റൻറ്റ് ആംഗുലാർ വെലോസിറ്റി അവിടെ കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ആൻഡ് സോ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ആംഗുലാർ വെലോസിറ്റി ടൈംസ് ദ ഡിസ്റ്റൻസ്, ദറ്റ് ഈസ് ഒമേഗ ഇൻ ടു ഡിസ്റ്റൻസ്. ഓക്കെ, അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. അഗെയിൻ സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഡയറക്ഷൻ പറയുന്ന പ്രോപ്പർട്ടി. സോ ആദ്യം നമുക്ക് മാഗ്നിറ്റ്യൂഡ് കിട്ടി. നെക്സ്റ്റ് സെക്കൻഡ് പ്രോപ്പർട്ടിയിൽ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി. ഓക്കെ, സോ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എപ്പോഴും ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററുമായിട്ട് ആ ഒരു ഡിസ്റ്റൻസുമായിട്ട് പെർപെൻഡിക്കുലർ ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു VA1 ഇങ്ങോട്ടാണെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ഈ പോയിൻറ്റ് I. ഓക്കെ, സോ IA1 എന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി പെർപെൻഡിക്കുലർ. ക്ലിയർ അല്ലേ? സോ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി of any point on a body is perpendicular to the line joining that point and instantaneous center. Okay, so these are the two properties. Next, locating instantaneous center. So ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആണ്. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് ഈ I ലൊക്കേറ്റ് ചെയ്യുന്നതെന്ന്, സോ നമുക്ക് പ്രോപ്പർട്ടീസ് അറിയാമെങ്കിൽ ഇത് ലൊക്കേറ്റ് ചെയ്യാനും എളുപ്പമാണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് രണ്ട് വെലോസിറ്റീസ് ഓൾറെഡി തന്നിട്ടുണ്ട്. അതായത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന VAയും VBയും നമുക്ക് ലൊക്കേറ്റ് ചെയ്യേണ്ടത് I ആണ് അല്ലേ? സോ നമുക്ക് സെക്കൻഡ് പ്രോപ്പർട്ടി എന്താണ് പറയുന്നത്? ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ഈസ് പെർപെൻഡിക്കുലർ ടു ഡിസ്റ്റൻസ് ഫ്രം I. ഓക്കെ, സോ ഈ ഒരു വെലോസിറ്റി എന്ന് വെച്ചാൽ അത് Iയുമായിട്ട് പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, പെർപെൻഡിക്കുലർ ആണ്. അതുപോലെ VAയും ഈ Aന്ന് I വരെയുള്ള ഡിസ്റ്റൻസുമായിട്ട് പെർപെൻഡിക്കുലർ ആണ്. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? VBക്കും VAന്നും രണ്ട് പെർപെൻഡിക്കുലാർസ് വരയ്ക്കുക. ഓക്കെ, ഇങ്ങനെ രണ്ട് പെർപെൻഡിക്കുലാർസ് വരയ്ക്കുക. ഈ രണ്ട് പെർപെൻഡിക്കുലാറും മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ആയിരിക്കും, ഈ ഒരു പോയിൻ്റ് ആയിരിക്കും എന്ത്? ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ. ഇസ് ഇറ്റ് ക്ലിയർ? സോ ദാറ്റ് ഈസ് വൺ വേ ഇൻ വിച്ച് വി ക്യാൻ ലൊക്കേറ്റ് ദ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ. സോ വെൻ ഡയറക്ഷൻസ് ഓഫ് വെലോസിറ്റി അറ്റ് എനി പോയിൻറ്റ്സ് ആർ നോൺ, നമുക്ക് രണ്ട് പോയിൻറ്റ്സിലെ വെലോസിറ്റീസ് അറിയാമെങ്കിൽ ആ വെലോസിറ്റീസിൽ നിന്ന് പെർപെൻഡിക്കുലാർസ് വരയ്ക്കുക. ആ പെർപെൻഡിക്കുലാർ മീറ്റ് ചെയ്യുന്നൊരു പോയിൻ്റ് ആയിരിക്കും ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ. Okay, so point of intersection of the lines drawn perpendicular to the direction of velocities will be the instantaneous center. അപ്പോൾ ഇവിടെ VAയും VB ആണ് ഡയറക്ഷൻസ്. ഇതിൽ നിന്ന് പെർപെൻഡിക്കുലാർസ് വരയ്ക്കുക. പെർപെൻഡിക്കുലാർസ് മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ആണ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ.
Again, the second property. Okay, so second property, the second way of locating. Okay, so ഇവിടെ നമുക്ക് സെയിം ഡയറക്ഷനിൽ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റീസ് തന്നിട്ടുണ്ട്. ഈ ഡയറക്ഷൻ വെലോസിറ്റീസ് പാരലൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതായത് വെലോസിറ്റീസ് പാരലൽ ആണ്. സോ ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് ഫിഗറിലും വി എ വി ബി പാരലാണ്, സെക്കൻഡ് ഫിഗറിലും വി എ വി ബി പാരലാണ്. ഓക്കെ, പാരലൽ മാത്രമല്ല, ദേ ആർ അൺഈക്വൽ. സോ ഈക്വൽ അല്ല, സോ ദേ ആർ പാരലൽ ആൻഡ് അൺഈക്വൽ. സോ അങ്ങനെ വരുന്ന കേസിൽ അപ്പോൾ ഈ ഡയറക്ഷൻസ് ഒന്നെങ്കിൽ അത് അവർ ആ രണ്ട് വെലോസിറ്റീസ് സെയിം ഡയറക്ഷനിലാകാം, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലേക്കാകാം. ഓക്കെ, സെയിം ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ വി എ വി ബി സെയിം ഡയറക്ഷനാണ്. നമുക്കറിയാം വി എന്നും വി ബിന്നും പെർപെൻഡിക്കുലാർസ് വരച്ചാൽ അത് മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ഐ. പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ പെർപെൻഡിക്കുലാർ വരക്കുകയാണെങ്കിൽ ഇത് രണ്ടും പാരലൽ ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. പെർപെൻഡിക്കുലാർ വരക്കുകയാണെങ്കിൽ ദേ വോണ്ട് മീറ്റ് അറ്റ് എനി പോയിൻറ്റ്. ഓക്കെ, സോ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്സ് അറിയുന്നതുകൊണ്ട് ഈ മാഗ്നിറ്റ്യൂഡ്സിനെയും കൂടെ ജോയിൻ ചെയ്ത് നെക്സ്റ്റ് ഒരു ലൈൻ വരയ്ക്കുക. സോ ദിസ് ലൈൻ ജോയിനിങ് ദ മാഗ്നിറ്റ്യൂഡ്സ് ആൻഡ് ദിസ് പെർപെൻഡിക്കുലർ ലൈൻ, സോ ദേ മീറ്റ് അറ്റ് എ പോയിൻറ്റ് ആൻഡ് ദാറ്റ് പോയിൻറ്റ് ഇസ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ. സിമിലർലി ഇവിടെ വി ബിയും വി എ ഉണ്ട് ആൻഡ് ദേ ആർ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്. സോ അതിന് നമ്മളൊരു പെർപെൻഡിക്കുലർ ലൈൻസ് വരയ്ക്കുക. അതായത് വി എന്നും വി ബിന്നും പെർപെൻഡിക്കുലാർസ് വരയ്ക്കുക. അഗെയിൻ ഈ രണ്ട് മാഗ്നിറ്റ്യൂഡ്സും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു ലൈനും വരയ്ക്കുക. ഓക്കെ, സോ ദീസ് ബോത്ത് ലൈൻസ് മീറ്റ് അറ്റ് എ പോയിൻറ്റ് ആൻഡ് ദാറ്റ് പോയിൻറ്റ് ഇസ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ. So hope this much is clear. So this is how we locate instantaneous center. And so ഇപ്പോൾ ഇന്ന് ഇത്രയാണ് പഠിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ പ്രോബ്ലംസ് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഈ കോൺസെപ്റ്റ് തറവായിട്ട് പഠിക്കുക. ആൻഡ് ദിസ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് പോർഷൻ ടു. ഓക്കെ, സോ തിയറി അതുപോലെ തന്നെ പ്രോബ്ലംസും എക്സ്പെക്റ്റ് ചെയ്യാവുന്ന പോർഷൻസ് ആണിത്. സോ താങ്ക് യു ഓൾ ഫോർ ലിസ്ണിംഗ്.